സംസ്ഥാനത്തെ അവയവ കച്ചവടത്തിന് അന്വേഷണത്തിനായി 13-അംഗ അന്വേഷണ സമിതി രൂപീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. അന്താരാഷ്ട്ര അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയവ കടത്തുമായി ബന്ധപ്പെട്ട ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പരാതി ഇതുവരെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആരോഗ്യവകുപ്പ് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശദീകരണം. സംസ്ഥാനത്ത് അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും പൂജപ്പുരയിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ 13-അംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. ഇത്തരത്തിലൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് അവയവ കച്ചവടവുമായി ബന്ധം കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘത്തെ 18/6/2024 ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുമുണ്ട്. അവയവ കച്ചവടത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ ഓഡിറ്റ് നടത്തിയെങ്കിലും പിഴവ് കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആ ഓഡിറ്റിംഗ് ഈ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നം ഈ ഇടനിലക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തികൾ തുറന്നു പറയാത്തിടത്തോളം കാലം നമുക്ക് അതിൽ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയില്ല. നിലവിൽ രൂപീകരിച്ച അന്വേഷണ സമിതി അവയവ കച്ചവടം ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. അവയവദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. അവയവ റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട നിരവധി കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനം, തിരുവനന്തപുരം.